ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് കൂടുതൽ രുചിയിൽ നല്ലൊരു മീനച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പച്ചാറിന് വേണ്ടി ഞാൻ 350 ഗ്രാം കേരമീൻ എടുത്തേക്കുന്നത്. അപ്പം മീനച്ചാറൊക്കെ ഇടുമ്പോൾ ദശ കെട്ടിയുള്ള മീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് വലിയ സൈസ് മീൻ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് 350 ഗ്രാം ഉണ്ട്. ഇതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനീഗർ ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ മതി. ഇതിലോട്ട് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-1.5 ടീസ്പൂൺ. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇത് 10 അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ മീൻ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ചാറിന് നല്ലെണ്ണ തന്നെ എടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടൊന്ന് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിനെക്കാട്ടിൽ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് ഫ്രൈ ചെയ്യണം, ഇല്ലെങ്കിൽ ചീത്തയായി പോകും. അപ്പോൾ ഇനി അച്ചാറിന് വേണ്ടി നമ്മൾ ആ മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെ എടുക്കേണ്ടത്. ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. എല്ലാം എടുക്കണ്ട, 150 ml ഒക്കെ എടുക്കണം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 2 കനം കുറച്ച നീളത്തിലരിഞ്ഞേക്കുന്നത്, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 3 വറ്റൽമുളക്. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ട് ഒരു ഗോൾഡൻ കളറാകണം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചൊന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റാം. അതൊന്ന് പൊടിച്ചെടുക്കണം. അത് മുളക് എടുക്കണ്ട, ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഉണ്ടല്ലോ അത്. ഇതിപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് ആറി കഴിയുമ്പോൾ തരിയായിട്ടൊന്ന് പൊടിച്ച് ചേർക്കണം. പിന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൂടിൽ പൊടികൾ ചേർത്താൽ കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഇവിടെ ആറിയിട്ടുണ്ട്. ഇത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ തരിയായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ചൂട് കുറച്ചൊന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയം മുളക് പൊടി, എരിവെള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തേക്കുക. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി. ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 1.5 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വിനീഗർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വിനീഗർ, 125 ml. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ചേർത്താലും മതി. ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പൊടിച്ച് ചേർക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നേരത്തെ ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതും ഈ ഒരു രീതിയിൽ പൊടിച്ച് ചേർത്ത് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അച്ചാറത്. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പുളി പോരാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിലും ചേർക്കാം. പകുതി വിനീഗറും പകുതി ലെമൺ ജ്യൂസ് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കണം. പുളിക്കനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇത് ഞാനിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം വെച്ചേക്ക് വരുന്നു. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്നുകൂടെ ഒന്ന് തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്യുമ്പം പുളിയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അത് ഇരിക്കും തോറും ആ കഷ്ണത്തിലൊക്കെ പിടിച്ച് ഫ്ലേവറൊക്കെ ഇറങ്ങി പുളിയൊക്കെ പാകത്തിനിരിക്കും. അതുപോലെ ഇത് ഉടനെ കഴിക്കരുത്. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ കഴിച്ചു തുടങ്ങാവൂ. ഇരിക്കും തോറും ആയിരിക്കും ടേസ്റ്റ്. ഫ്രിഡ്ജിലാണെങ്കിൽ കുറേ മാസം ഇരിക്കും. ഇപ്പോൾ ഇത് ആറി കഴിഞ്ഞിട്ട് ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.